മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് കാണുന്ന ഈ നിമിഷത്തിൽ അവിടുത്തെ പേരക്കുട്ടി കൂടെയായ ഔലിയാക്കളുടെ നേതാവായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പതിവാക്കിയിരുന്ന ഒരു അത്ഭുത സ്വലാത്ത് പഠിക്കാം. ഈ സ്വലാത്ത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും, ഏത് മുറാദാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ മുറാദ് മുമ്പിൽ വെച്ചിട്ട് ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഒരു 300 തവണ ചെറിയ സ്വലാച്ചാൻ മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ, വെറും ഒരു 300 തവണ ചൊല്ലിയാൽ അള്ളാഹു ആ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് പഠിക്കേണ്ട നമുക്ക് 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം കാരുണ്യവാനായ റബ്ബ് തീർത്തു തരുമാറാകട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കാൻ, പുഞ്ചിരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളെ ഏറെ സ്മരിക്കുന്ന റബീഉൽ ആഖിർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വല്ലാത്ത മഹത്വമുള്ളൊരു വെള്ളിയാഴ്ചയാണ് അല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് നോക്കുന്ന നിമിഷം, അതുപോലെ തന്നെ ജീലാനി തങ്ങളെ ഏറെ സ്മരിക്കുന്നൊരു ദിവസം, ഇതൊക്കെ കൂടെ ചേരുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ വല്ലാതെ സന്തോഷിക്കൂലേ? കാരണം നമ്മളിവിടെ പറയുന്നത് ആരെക്കുറിച്ചാണ്? അവൻ്റെ ഔലിയാക്കളെക്കുറിച്ചാണ്. നമുക്കവരുടെ വഴിയെ നടക്കാൻ കഴിയണം അല്ലേ? നമ്മൾ ഓതിയില്ലേ കഴിഞ്ഞ ദിവസം ആയത്ത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. സൂറത്ത് യൂനുസിൽ അല്ലാഹ് മനോഹരമായിട്ട് പറയുന്നുണ്ട് ആരാണ് ഔലിയാക്കൾ. അവർക്ക് ഒരു സങ്കടവും ഇല്ല. അവർക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും പടച്ചോനങ്ങ് മാറ്റിക്കൊടുക്കും. അവർക്ക് ഒരു പേടിയില്ല, ടെൻഷനുമില്ല, പേടിയില്ല. അങ്ങനെയുള്ള ആളുകൾ ഇനി എങ്ങാനും പേടിക്കേണ്ട ഒരു ഘട്ടത്തിൽ അവർ പെട്ടുപോയാൽ ഉടനെ അള്ളാഹു അവരെ സന്തോഷിപ്പിക്കും. ലഹുമുൽ ബുഷറ, അവർക്ക് സന്തോഷമുണ്ട്. അവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കാണിച്ച് പടച്ചോനങ്ങ് സന്തോഷിപ്പിക്കും. അതുമാത്രമല്ല, ഇനി എങ്ങാനും പേടിയുടെ ഒരു ലാഞ്ചനെങ്കിലും അവരിൽ വന്നുപോയാൽ പടച്ചോൻ അപ്പം വടിയെടുക്കും. ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? ഔലിയാക്കളുടെ കൂടെ എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും. അവരുടെ കൂടെ എപ്പോഴും അള്ളാഹ് ഉണ്ട്. എന്തേ കാരണം? അവരല്ലാഹുവിൻ്റെ കൂടെയാണ് എപ്പോഴും. അവരെപ്പോഴും അള്ളാഹിനോടൊപ്പമാണ്. അപ്പോൾ അള്ളാഹ് അവരുടെ കൂടെയാണ് എപ്പോഴും. കണ്ടോ? അങ്ങനെ ഇപ്പോൾ വടിയെടുക്കും എന്ന് പറഞ്ഞത് വെറുതെ അല്ല. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ. സക്കരിയ നബിയെ ജൂതന്മാർ ഓടിച്ചിടുന്നുണ്ട്. അവരിങ്ങനെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടി വരുമ്പോൾ ഒരു മരം 2ആയി പിളർന്നിട്ട് നബിയോട് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറയുകയാണ് അല്ലേ? 2ആയി പിളർന്ന് നിൽക്കുകയാണ്. സക്കരിയ നബി അതിൻ്റെ അകത്തേക്ക് കയറി. മരം ഇങ്ങനെ അടഞ്ഞു നിന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി. സക്കരിയ നബി അലൈഹി സ്വലാമിൻ്റെ വസ്ത്രത്തിൻ്റെ അല്പം ഭാഗം പുറത്തായിപ്പോയി. അപ്പോൾ ജൂതന്മാർക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് സക്കരിയ ഉണ്ട്. ജൂതന്മാർ ഈർച്ചവാള് കൊണ്ടുവന്ന് മരം ഇങ്ങനെ നെടുകെ പിളർക്കാൻ തുടങ്ങി മുകളിൽ നിന്ന്. ഒരു പ്രയാസമില്ല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. എന്തിനും തയ്യാറാണ്. എൻ്റെ റബ്ബ് എന്താണോ വിധിച്ചത് അതങ്ങനെ തന്നെ. ഔലിയാക്കളുടെയും മേലെയാണല്ലോ അമ്പിയാക്കൾ. ഇതിങ്ങനെ വന്ന് തലയുടെ മുകളിലെത്തിയപ്പോൾ പേടിയല്ല, ഒരു എന്താ പറയുക, ഒരു നെടുവീർപ്പുണ്ടല്ലോ, ആ നെടുവീർപ്പിട്ടു. അപ്പം അള്ളാഹുവിൻ്റെ വടി ഉടനെ വരികയാണ്. ഇനി അതുപോലൊരു നെടുവീർപ്പിട്ടാൽ സക്കരിയ നബി പട്ടത്തിൽ നിന്ന് ഞാനങ്ങ് വലിച്ചെറിയൂട്ടോ. മിൻ ദീവാനിൻ നുബുവ. നുബൂവത്ത് ഞാനങ്ങ് എടുത്തു കളയും. പിന്നെ നബി എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടാവില്ല കേട്ടോ. അള്ളാഹ് വടിയെടുക്കാൻ സുഖമായിട്ട് നിന്നൊടുത്തു. ആ മരത്തോടൊപ്പം ഈർച്ചവാള് കൊണ്ടങ്ങനെ അറുത്ത് കളഞ്ഞു നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. മിണ്ടിയില്ല. എന്തേ? എൻ്റെ നാഥൻ എനിക്ക് എന്താണോ തരുന്നത് ഞാനതിൽ തൃപ്തനാണ്. ഇതാണ് അള്ളാൻ്റെ ഔലിയാക്കൾ. അവരുടെ നാവിൽ എപ്പോഴും തത്തിക്കളിച്ച ദിക്റാണ് ഹസ്ബി അല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. നമുക്ക് ഈ ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഇന്ന് കൃത്യം 7:15 ഒരുമിച്ച് കൂടണം അല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കണില്ല 7:15 സദസ്സിൽ. ഞാനത് ഒഴിവാക്കി കളയാം. നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. തിരക്കൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കണം. കുറച്ച് നേരമല്ലേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ദിക്റൊക്കെ ചൊല്ലി ലൈഫ് സെറ്റാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ അവരുടെ നാവിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് അല്ലാഹ് ഇല്ലാതെ ആരുമില്ല. നമ്മൾ വെറുതെ പറയണം, നമ്മളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാഗൊണ്ട് പറയും, പക്ഷേ കൽബിൻ്റെ അകത്ത് ഒരുപാട് ആളുകളുണ്ടാവും. അള്ളാഹു അക്ബർ എന്ന് പറയും, അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ പറയും. എന്നിട്ട് കൽബിൽ അള്ളാഹ് മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും ഉണ്ടാവും. കെട്ടിയവനും ഉണ്ടാവും, കുട്ടികളും ഉണ്ടാവും. എന്തിനേറെ അടപ്പത്ത് വെച്ച കഞ്ഞി തിളച്ചോന്ന് പോലും. അപ്പോൾ കഞ്ഞി അക്ബർ എന്ന് പറയേണ്ടതിന് വരും നമ്മളവിടെ പറഞ്ഞത് അള്ളാഹു അക്ബർ എന്നാണ്. ശരിക്കും എന്തായിരുന്നു പറയുന്നത്? പഠിച്ചോൻ എൻ്റെ കഞ്ഞി അക്ബർ, എനിക്ക് കഞ്ഞിയാണ് അള്ളാഹ് ഏറ്റവും വലുത്. അപ്പോൾ കൽബിൽ അള്ളാഹ് ഉണ്ടാവില്ല, കഞ്ഞി തന്നെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് കൽബിൽ അള്ളാഹ് ഇല്ലെങ്കിൽ ആ പറച്ചിൽ ശരിയായിട്ടില്ല. അതുപോലെ അവരുടെ വായിൽ ഓടിക്കളിച്ച സംഗതിയാണ് തവക്കൽതു അലല്ലാഹ്, എല്ലാം അവർ അള്ളാഹുവിനെ ഏൽപ്പിച്ചു. നമ്മൾ വെറുതെ പറയുള്ളൂ, നമുക്ക് ടെൻഷനായിരിക്കും, ടെൻഷൻ. നമ്മൾ വാതിലൊക്കെ ക്ലോസ് ചെയ്തെല്ലാം ഭദ്രാക്കി വെച്ച് തവക്കലും ചൊല്ലി അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുത്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് പൊട്ടിത്തെറിക്കോ, ആരെങ്കിലും കുത്തിക്കയറോ, കള്ളൻ രാത്രി സമയമാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയതാണ്, രാത്രിയാകുമ്പോൾ കെട്ടിയോളം ഇറക്കണില്ല, കാക്ക വീട്ടിൽ ഏതെങ്കിലും കള്ളം കയറിയിട്ടുണ്ടാവോ, ഏതെങ്കിലും ജനൽ കുത്തി തുറന്നിട്ടുണ്ടാവോ, എവിടെയോ തവക്കുൽ. എന്നാൽ അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെയല്ല. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരിക്കലും ഒരു ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മുത്തഅല്ലിമീങ്ങൾക്ക്, വലിയ പണ്ഡിതന്മാർക്ക്. ജീലാനി തങ്ങൾ വലിയ കപ്പൽ മുതലാളിയായിരുന്നു, കപ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ സാധാരണ ഒരാളായിട്ട് മനസ്സിലാക്കരുത്, കോടീശ്വരനായിരുന്നു. ജീലാനി തങ്ങളുടെ അടുക്കൽ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, യാ സയ്യിദി, അങ്ങയുടെ കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ജീലാനി തങ്ങൾ നേരെ ഇങ്ങനെ നോക്കി, നെഞ്ചിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഒരു ഭാവവ്യത്യാസവും, സങ്കടവും, കരച്ചിലും ഒന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അതേ ആൾ തന്നെ പറഞ്ഞു, യാ സയ്യിദി, കുഴപ്പമൊന്നുമില്ല കേട്ടോ, കപ്പലിന് കേടുപാടുകളൊന്നുമില്ല, കപ്പൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോഴും പൊട്ടിച്ചിരിയില്ല, ആഹ്ലാദത്തിൻ്റെ സംഗതിയൊന്നുമില്ല. നേരെ ഇങ്ങനെ നെഞ്ചിലേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാ. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, യാ സയ്യിദി, ഇതെന്താണിത്? കപ്പൽ മുങ്ങിയെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ, കപ്പൽ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ, എന്താണ് കാരണം? അതൊന്നുമില്ല, ഇത് എൻ്റെ റബ്ബ് തന്ന കപ്പലാണ്, എൻ്റെ റബ്ബിൻ്റെ കപ്പലാണ്, അവനിഷ്ടമുള്ളപ്പോൾ മുക്കാം. അൽഹംദുലില്ലാ, എൻ്റെ കൽബിൽ സങ്കടം ഉണ്ടായോ നോക്കിയതാണ് ഞാൻ. സങ്കടമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ തിരിച്ചു തന്നു, എൻ്റെ റബ്ബ് എനിക്ക് തിരിച്ചു തന്നു, ഞാൻ അതിൽ അമിതമായി സന്തോഷിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഇല്ല, അൽഹംദുലില്ലാ, എൻ്റെ റബ്ബിൻ്റെ വിധി എന്താണെങ്കിലും ഞാനതിൽ തൃപ്തനാണ്. അതിനാണ് ഈ അൽഹംദുലില്ലാ പറയണത്. സന്തോഷത്തിലും സങ്കടത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഈ സ്വഭാവുൽ ഖൈറിൽ കൂടിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞവരുടെ ജീവിതം മാറാൻ കാരണം ഈ സംഗതിയാണ്. എന്തു ആയിക്കോട്ടെ, സന്തോഷമായാലും സങ്കടമായാലും അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് തന്നതാണ്, എൻ്റെ റബ്ബ് തന്നതാണ്. ആ ബോധ്യത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ഔലിയാക്കളുടെ മനസ്സ്. അവരുടെ ജീവിതത്തിലേക്ക് നടക്കാനുള്ള ഒരു മാർഗ്ഗമാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ ജീലാനി തങ്ങൾ പതിവാക്കിയിരുന്ന മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വലാത്തുണ്ട്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ സ്വലാത്ത് വലിയ മാറും. മുത്തുനബിയെ നേരിട്ട് വിളിക്കുന്ന മനോഹരമായ സ്വലാത്ത് നമ്മുടെ ടെൻഷൻ നീക്കിത്തരും, സങ്കടം നീക്കിത്തരും, പ്രയാസം നീക്കിത്തരും, കടം മാറ്റിത്തരും. എന്ത് നീയത്താണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിലും ഒരു 300 തവണ. ഇന്നത്തെ ജുമാ നിസ്കാരത്തിന് മുമ്പ് വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്തിൻ്റെ കണക്കാണ്. അതൊരു 300 തവണ ചൊല്ലാൻ പറ്റിയാൽ അൽഹംദുലില്ലാ, അള്ളാഹു നിങ്ങളെ ഏറ്റെടുക്കും. എന്താണ് ആ സ്വലാത്ത്? മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്കേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖല്ലത് ഹീലതി അദ്രിക്നി. ഒന്നുകൂടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖല്ലത് ഹീലതി അദ്രിക്നി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖല്ലത് ഹീലതി അദ്രിക്നി. ഒരു 300 തവണ മുത്തുനബി മദീനയിൽ കിടന്ന് നമ്മളെ നേരിട്ട് കാണുന്ന നിമിഷം മുത്തുനബിയെ നേരിട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ സലാം പറയാൻ. അൽഹംദുലില്ലാ, അള്ളാഹു അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുമാത്രമല്ല, ജീലാനി തങ്ങളെ പോലുള്ള അള്ളാൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ഒരു ദിക്റുണ്ട്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ മുഴുവൻ പടച്ചോൻ്റെ കാരുണ്യം കൊണ്ട് നടക്കും ആ ദിക്ർ ചൊല്ലിയാൽ. എത്ര വലിയ പ്രയാസവും അള്ളാഹ് നീക്കിത്തരും. അള്ളാൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ദിക്റാണത്. എന്താണത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്.
ഇന്നത്തെ ഈ സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരെ നിങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്, മഹാഭാഗ്യവതികളാണ്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരോ അതിലേറെ ഭാഗ്യമുള്ളവരാണ്. ഈ ഔലിയാക്കളുടെ വഴിയിലൂടെ നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വെള്ളിയാഴ്ച ദിവസമാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം നമ്മൾ ഈ ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഖാമ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബഗ്ദാദിലാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ചോദ്യം, ജീലാനി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവർകൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഇന്ന് ഏഴേകാലിൻ്റെ മജ്ലിസിൽ മഹാനവർകളുടെ പേരിൽ തവസ്സുൽ ബൈത്തൊക്കെ ചൊല്ലി നമുക്ക് ദ്വാരക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ സമയത്ത് തന്നെ പങ്കെടുക്കണം. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ കഴിഞ്ഞ ഈ ഒരാഴ്ചയിലെ വിജയി നമ്മൾ ഇൻഷാ അല്ലാഹ് 11,000 രൂപ ചോദ്യം ചോദിച്ചു തുടങ്ങിയല്ലോ. അതായത് റബീഉൽ ആഖിർ 1 മുതൽ അതിനി അവസാനിക്കുന്നത് റബീഉൽ ആഖിർ 30-ൻ്റെ അന്നായിരിക്കും കേട്ടോ. 11,000 രൂപയാണ് സമ്മാനം. മറ്റേ നമ്മൾ ആഴ്ചക്ക് 1000 രൂപയല്ലേ നൽകുന്നത്. ഇനി ആഴ്ച സമ്മാനം ഈ മാസം ഇല്ല, അത് നമ്മൾ 11,000 രൂപയാക്കി റബീഉൽ ആഖിർ അവസാനത്തിലേക്ക് വെച്ചേക്കാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ റബീഉൽ ആഖിർ 1 മുതൽ അതിനു മുമ്പ് വരെയുള്ള ചോദ്യോത്തരങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 1000 രൂപ ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം. അൽഹംദുലില്ലാ. നമ്മുടെ അഡ്മിൻസ് ഒന്ന് നോക്കി. പിന്നെ നമ്മുടെ ഗോൾഡ് കോയിൻ്റെത് ഈ ആഴ്ച നമുക്ക് പറയാം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ നമ്മുടെ ഫിസുമോളുടെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചാനലൊന്ന് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഗുണമാണ്, മക്കൾക്കും നിങ്ങൾക്കൊക്കെ ഗുണമുള്ള കാര്യങ്ങളാണ് അതിൽ പറയാം. അപ്പോൾ അതൊക്കെ ഭംഗിയാക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അഡ്മിൻസ് ഒന്ന് നോക്കി. മാഷാ അല്ലാ. എന്താണ് അബ്സ ഹമദോ അല്ലേ, അല്ലെങ്കിൽ APS അഹമ്മദോ അങ്ങനെ എന്താണോ, അബ്സ അഹമ്മദ്. ഏതായാലും ഈ ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റിനാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 1000 രൂപയുടെ സമ്മാനം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിൻ്റെ താഴെ നിങ്ങളുടെ ഗൂഗിൾ പേ ID കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതിലേക്ക് 1000 രൂപ വന്നെത്തുന്നതായിരിക്കും. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. നിൻ്റെ ഔലിയാക്കളുടെ മദത് തരണേ അല്ലാ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്തുണ്ട് പടച്ചോനെ. ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ആ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. വേദനകൾ നീക്കണേ അല്ലാ. മനപ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. മക്കളെ ഇണകളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആബിദീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ളവരാക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല. ഇണകളെ നന്നാക്കണയല്ല. യാ റബ്ബന ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാത്തവരുണ്ട്. അങ്ങനെ തുടങ്ങി എന്തെല്ലാം മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ, എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. അതെന്താണെങ്കിലും നീ അത് ഹാസുലാക്കണയല്ല. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. പ്രായം ചെന്ന ഉമ്മമാരടക്കം പലരും ഈ സദസ്സിലുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണയല്ല. അതുപോലെ ഒരു സഹോദരി തൻ്റെ മകൻ്റെ കുടുംബജീവിതമാകെ പ്രയാസത്തിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ മരുമകൾക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഹൈറാണെങ്കിൽ അല്ലാഹു നീ അത് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ തുടങ്ങി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ സാക്ഷാത്കരിക്കണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേ അല്ലാ. സബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.